കാസർഗോഡ്. കാസർഗോഡ്. എന്താണ് വിളിച്ചത്? എന്താ? ഒരു ടെലിഗ്രാം ഗ്രൂപ്പില് നിങ്ങളുടെ നമ്പർ ഉണ്ടായിരുന്നു. ഈ മക്കാമിനൊക്കെ എതിർത്ത് വിമർശിച്ചു കൊണ്ടൊരു ലേഖനം. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചത് കൊണ്ട്. മാഷാ അല്ലാഹ്. ഞാൻ എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫളല് കൊണ്ട് ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീം, അല്ലാഹു സിറാത്തായ പാതയിലേക്ക് തെരഞ്ഞെടുത്തു. അൽഹംദുലില്ലാഹ്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോ പ്രവാചകനെ കുറിച്ചിട്ടും സഹാബത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു മനസ്സിലാക്കിയപ്പോ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയ പല വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ജാറവുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ. ഖബർ സിയാറത്ത് അള്ളാഹു അവന്റെ റസൂലും നമുക്ക് അനുവദിച്ചു തന്നെ. അങ്ങനെയല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇപ്പൊ ഞാനൊരു മദ്രസ അധ്യാപകനാണ്, എനിക്ക് പോലും അർഹതയില്ല. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് നിങ്ങൾക്ക് ഉപ്പാനെ ഉമ്മാനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. നിങ്ങൾക്ക് സഹോദരിമാരെ നഷ്ടപ്പെട്ടിട്ടില്ല, നാട് വിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ അള്ളാഹുൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ സഹോദരിമാർ, എന്റെ കുടുംബക്കാരെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയുന്നത്, എന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് അപ്പൊ നിങ്ങൾ സഹോദരൻ, നിങ്ങൾ ഖുർആൻ പഠിക്കണം. അൽഹംദുലില്ലാഹ്, ഖുർആന്റെ അർത്ഥസഹിതം നിങ്ങൾ ഖുർആൻ പഠിക്കും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് നിങ്ങളോട് പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവ. അള്ളാഹുവിന്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നതെങ്കിൽ അള്ളാഹു പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇതാ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വ അത്മംതു അലൈക്കും നിഅമതി. ഇതാ എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വ റളീതു ലക്കുമുൽ ഇസ്ലാമി ദീന. ഇസ്ലാമിനെ ദീനായി ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടു. ഇത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾ അറിയിച്ചതാണ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും പറയും, റളീതു ബില്ലാഹി റബ്ബ. ഞാൻ എന്റെ റബ്ബിനെ അള്ളാഹുവായിട്ട് തൃപ്തിപ്പെട്ടു. വബി ഇസ്ലാമി ദീന. ഞാനിതാ ഇസ്ലാമിനെ ദീനായിട്ടും തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. അള്ളാഹുവിന്റെ റസൂലിനെ നബിയായിട്ടും തൃപ്തിപ്പെട്ടു. പിന്നെ എന്തിനാണ് സഹോദര അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സംസാരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഖുർആനും സുന്നത്താണ്. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും മകനായത് കൊണ്ടോ അല്ലെങ്കിൽ ഉപ്പാന്റെയും ഉമ്മാന്റെ നിങ്ങളിപ്പോ മദ്രസയിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടൊന്നും അല്ല. ഒരാൾക്ക് ഹിദായത്ത് കിട്ടുമ്പോ ഹിദായത്തിന്റെ പ്രാധാന്യം എന്തായാലും അയാൾക്ക് ഉണ്ടാവുമല്ലോ. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഹിദായത്തിലാണ്. നമ്മൾ ഹിദായത്തിലാവണമെങ്കിലേ സഹോദര ഉസ്താദെ, ഞാൻ നിങ്ങളെ ബഹുമാനത്തോടു കൂടി പറയട്ടെ. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിയു. ഇതാണ് എന്റെ മാർഗം. പിന്നെ ഞാൻ രാമായണം വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു ഞാനത് ഇന്ന് ഞാനൊന്ന് പറയട്ടെ. ഖുർആൻ നിങ്ങൾക്ക് അറിയെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നും കൂടിയേ പറയാനുള്ളൂ. എന്തെന്നറിയോ? മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ലാത്ത ഉസി അവിടുത്തെ മഹാന്മാരായിരുന്നല്ലോ. എന്തിനു വേണ്ടി അവരിവരെ ആരാധിച്ചത്? വല്ലദീന തഹദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലെ, അള്ളാഹുവിന് പുറമെ മറ്റാരാധ്യന്മാരെ സ്വീകരിച്ച ആളുകൾ പറഞ്ഞിരുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖസ്സിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുലേക്ക് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു അടുപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. അല്ലെ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരുന്നത്? ഇന്ന് അള്ളാഹുവിനെ വിട്ട് ഔലിയാക്കളെ വിളിക്കുന്ന ആളുകൾ എന്താ പറയുന്നത്? ഞങ്ങൾ ഇവരോടൊന്നും പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ ഇവരിലൂടെ ഞങ്ങൾക്ക് അള്ളാഹുലേക്ക് വേഗത്താൻ വേണ്ടിയിട്ടാണ്. അതിനല്ലേ പറയുന്നത്? അങ്ങനെ എത്തില്ല, അങ്ങനെ എത്തുമെന്നാണ്. ഒരു ചോദ്യം, അങ്ങനെയാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ നമ്മൾ അനുസരിക്കുന്നത്? എങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് സ്വാഗതം എന്തിനാ പോയത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൻ യുതി റസൂല ഫഖദ് അത അല്ലാഹ്. എന്താണ് അത് പറഞ്ഞാല്? എന്താ പറഞ്ഞാല്? അപ്പൊ റസൂൽ നമുക്ക് സഹായില്ലേ? ഞാൻ ചോദിച്ചത് അതെന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി അള്ള തെരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാരിൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ, അള്ളാഹുവിനോടുള്ള അനുസരണം പൂർത്തിയാവണമെങ്കിൽ നബിതങ്ങളെ അനുസരിക്കണം. ആ നബിതങ്ങളെ കുറിച്ചിട്ടാ പറഞ്ഞത് എന്ത്? വമാ യൻതിഖു അനിൽ ഹവ. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചില്ല. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ
വെച്ചാല് നിങ്ങൾ മരിച്ചുപോയ ഔലിയാക്കളുടെ ജാറങ്ങളൊക്കെ കെട്ടിപ്പൊക്കി അവിടെ നല്ല പട്ടൊക്കെ വിരിച്ച് അവിടെ നല്ല ചന്ദനത്തിരിയൊക്കെ കളത്തി വെച്ച് അവിടെ നിലവിളക്കൊക്കെ കൊളത്തി വെച്ച് അവിടെ വന്ന് സുജൂദിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ സഹോദരൻ? ഇന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുകയും അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കണമെന്നും അവിടെ നല്ല ഭംഗിയുള്ള പട്ടൊക്കെ വിരിച്ച് അവിടെ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വിരിച്ച് വെച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് പഴക്കൊലകളൊക്കെ തൂക്കി വെച്ച് ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇൻഷാല്ല ഞാൻ കാസർകോട്ടേക്ക് വരാം. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ അന്ന് മുതൽ എന്ത് ചെയ്യാ ജാറത്തിനെതിരെയുള്ള സംസാരം നിർത്തിക്കൊണ്ട്. അതല്ലെങ്കിൽ മരിക്കുന്ന സഹോദര നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടും. മനസ്സിലാവില്ല. നിങ്ങൾ സൈത്താൻ തോന്നിപ്പിക്കണം. നീ വലിയ ആളാണ്, നീ വികാരത്തിലാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെയൊന്നും ആരോടും സംസാരിക്കാറില്ല. കാരണം ആരെങ്കിലും എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നുണ്ട്? നിങ്ങൾ അതെനിക്കൊന്ന് പറഞ്ഞു തരുമോന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് ഖുർആനിലൂടെ അത് പറഞ്ഞത്? ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്? അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാനും നിങ്ങളും സംസാരിക്കുന്നതിൽ അർത്ഥം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഖുർആനിലെ കാര്യങ്ങൾ അറിയില്ല. ഞാൻ മുഴുവൻ പഠിച്ചിട്ടല്ലോ പറയണത്. എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടും ആയി പോകും. അതുകൊണ്ട് ഈ ഒരു സൂക്തത്തിന് ശേഷം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്ന് പറഞ്ഞു. ആരാണ് അവരെന്നൊന്ന് പറഞ്ഞു തരുമെന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാലും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മറ്റു മതസ്ഥനായി ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമിനെ ശത്രുതയിൽ കാണുകയും ഇസ്ലാമിനെ വെറുക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അന്നൊക്കെ ആളുകൾ എന്നോട് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു? ഞാൻ നഖശിതാന്തം എതിർത്തിരുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എതിർക്കാൻ കാരണം മതമല്ലാത്തൊരു കാര്യം മതമായി നിങ്ങൾ അംഗീകരിച്ചതിന്റെ പേരിലാണ്. മതമാവണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവാചകന്റെ ചര്യയിലൂടെ ഇവിടെ എന്താവണം? പൂർത്തിയാവണം. ഞാൻ പറഞ്ഞത് ഈ സൂക്തത്തിന് ശേഷം ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു തരാൻ ഖുർആനിന്റെ ആയത്ത് ഓതി പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖുർആന്റെ ആയത്ത് ഓതിട്ട് അർത്ഥം പറയാനല്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ തൃപ്തിയാവും. എന്താ ഉറപ്പിപ്പോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അടുത്ത സൂക്തമെങ്കിലും ഒന്ന് ഓതിത്തരി. അലാ ഇന്ന ഔലിയാഹ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ മിത്രങ്ങൾ അവരൊരിക്കലും പേടിക്കേണ്ട ദുഃഖിക്കേണ്ട എന്നുള്ളത് പറഞ്ഞതിന് അടുത്ത സൂക്തം ഒന്ന് പറഞ്ഞു തന്നാൽ മതി എനിക്ക്. അടുത്ത സൂക്തം അങ്ങനെ ഓതാനിപ്പോ ഞാൻ ഖുർആൻ എന്നാൽ ഞാൻ കോതാവിൽ ആശാരി രാമൻകുട്ടിയുടെ മകനായി ഹിന്ദുവായി ജീവിച്ചിരുന്ന ഞാൻ പറയാണ്, വല്ലദീന ആമനു വഖാനു യത്തഖൂൻ. അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നവരാണ്. അതായത് സത്യവിശ്വാസം അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നതാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഹിദായത്തിലാണോ അല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? അവന്റെ ജീവിതം ഖുർആൻ സുന്നത്ത് അനുസരിച്ചിട്ടാണോ? അവൻ ഹിദായത്തിലാണ്. ശരി, വേണ്ട, ഞാൻ ഒരു കാര്യം പറയാം. രാമായണവും മഹാഭാരതം അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ അത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ പ്രവാചകൻ എപ്രകാരമാണോ സഹാബാക്കൾ എപ്രകാരമാണോ മനസ്സിലാക്കിയത് അതേ രീതിയിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുക. അല്ലാതെ നാട്ടിൽ ഒരുപാട് ഖബറുകളുണ്ട്, ഒരുപാട് ജാറങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിൽ തെളിവാവണമെങ്കിൽ അത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയ ഖുർആനിലോ പ്രവാചകന്റെ വഹീന്റെ അടിസ്ഥാനത്തിലോ വന്നു കഴിഞ്ഞാലേ നമുക്കത് ഇസ്ലാമിൽ തെളിവ് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ ഒരുപാട് ആളുകൾ ജാറങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അത് ഇസ്ലാമാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോ പറഞ്ഞു ലോകത്ത് ഏത് രാജ്യം നിങ്ങൾ പറഞ്ഞ ഇസ്ലാമാ നിങ്ങൾ തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധാരണയല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം ഖുർആൻ തെറ്റിദ്ധാരണ തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പച്ച പൊട്ടനാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൊട്ടനാണെന്ന് ഞാൻ സമ്മതിച്ചു. അതെ, എന്റെ അമ്മ എന്റെ വഹാബിയുടെ ഖുർആൻ അർത്ഥം ഖുർആൻ പരിഭാഷ നോക്കി പഠിച്ചു. സഹോദര, എന്റെ അച്ഛനമ്മേനെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിമായ ആളുകളെ ഇസ്ലാം തിരിച്ചു കൊണ്ടുപോകാനുള്ള പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. അയ്യോ സഹോദരങ്ങൾ, അങ്ങനെ പറയരുത്. നോക്ക്, നിങ്ങൾക്ക് ഔലിയാക്കന്മാരെ കുറിച്ച് അറിയില്ല. നിങ്ങൾ അവിടെ പോയി ഞാൻ നേരത്തെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല സഹോദര. ഔലിയാക്കളോട് ഉമ്മാനോട് നിങ്ങളെ ഭാര്യയോട് സഹായം ചോദിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് നിങ്ങൾക്ക് പളച്ചിട്ടുള്ളത്. അവിടെയാണ് ഔലിയാക്കന്മാരെടുത്ത് അതും കൂടി ചെറുക്കാണ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ,
ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം. അതിലപ്പുറത്തേക്ക് ഒന്നും സംസാരിക്കാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങളോട് വസിയത്തുള്ളത്, നിങ്ങൾ ഖുർആനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും, പ്രവാചകനെ കുറിച്ച് പഠിക്കും. ഔലിയാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. ഔലിയാക്കന്മാർ തെറി പറയുന്ന നിങ്ങൾ മുസ്ലിം അല്ലെന്ന് ആദ്യം മനസ്സിലാക്കാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഔലിയാക്കന്മാരെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല. ഞാൻ നാട്ടിലുള്ള അറിയില്ലാന്ന് ആദ്യം പഠിക്കും. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഓ ആയിക്കോട്ടെ. ഞാൻ അതിപ്പോ നേരത്തെ പറയല്ല. ഇവിടെ മക്ബറ എത്രയുണ്ട്? ആ മക്ബറകളൊക്കെ അല്ലേ, മക്ബറകളൊക്കെ കെട്ടിപ്പൊക്കിയത് ഇസ്ലാമിന്റെ തെളിവായിട്ട് നിങ്ങൾ ധരിച്ചിരുന്നോളൂ. നിന്റെ അച്ഛന്റെ കാശ് കൊണ്ടല്ല കെട്ടിപ്പൊക്കിയത്. നിനക്കെന്താണോ നിങ്ങൾ കെട്ടിപ്പൊക്കിക്കോളി. പക്ഷെ എന്താ വെച്ചാ നാട്ടുകാരെ പറ്റിക്കാൻ നിക്കണ്ട. പറ്റിക്കാൻ നിന്റെ അച്ഛനോ? നീ കാപ്പിടോ നീ. എന്തായാലും ഞങ്ങളെ നമ്പർ സാധ്യതൊന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിതൊന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, ഷെയർ ചെയ്തോളാം. നീ മുസ്ലിം അല്ല, നീ ജൂതനാണ് നീ. പിന്നെന്താ ഇനി എന്തെങ്കിലും പറയാണ്ടോ? ഞാൻ അള്ളാന്റെ റസൂലിനോടും പറഞ്ഞത് എന്താ ഉണ്ടോ? ഖുർആനായത്ത് മനപ്പാടാക്കി വന്നിട്ട് നീ നമ്മളെ പറ്റിക്കാല്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതേ, അള്ളാന്റെ റസൂലിനെ ദീൻ എത്തിച്ചു കൊടുത്തപ്പോ കദ്ദാബ്, പെരുങ്കള്ളൻ എന്ന് വിളിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു. അപ്പൊ നീ പ്രവാചകനാണ്. നീ അതെല്ലാം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 21 നൂറ്റാണ്ട് നബിയാണ് നീ, അങ്ങനെ വിചാരിച്ചോ? അത് നിങ്ങൾ ഔലിയാക്കളെ കെട്ടിണ്ടാക്കിയ പോലെ നിങ്ങൾ ഇനി ഒരു പ്രവാചകനെയും കൂടി ഉണ്ടാക്കിക്കോളി. എന്താണോ നിന്റെ അച്ഛന് കാശ് കൊണ്ട് ഉണ്ടാക്കിയില്ല ഇവിടെ? നീ ആരാണോ സഹോദരൻ? നിനക്ക് തന്തോ? മുസ്ലിമീങ്ങളെ പണം നമ്മളിങ്ങനെ അപഹരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളെ പണം നമ്മളിങ്ങനെ അപഹരിക്കാൻ പാടില്ല. നീ ഏത് മതമല്ല, നീ ഏത് മതമല്ല. നിനക്ക് തന്തയില്ലാത്തവന് നമുക്ക് നീ സംസാരിക്കണോ? നിങ്ങൾ മുസ്ലിം അല്ലേ? ഈ മാസത്തിൽ ഇങ്ങനെ അനാവശ്യം പറയാൻ പാടുമോ? നീ അല്ല തീരുമാനിക്കുന്നത് ഇവിടെ. നിങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിൽ ഇങ്ങനെ അനാവശ്യം പറയാൻ പാടുവോ? നീ എന്താ നീ കബറിനെ നീ ഔലിയാക്കന്മാരെ ചീത്ത പറഞ്ഞു? നീ ഔലിയാക്കളല്ല പറഞ്ഞത്, ഔലിയാക്കളെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. ഔലിയാക്കൾ ആരാണ്? ആരാ ഔലിയാക്കള്? നിനക്ക് എന്താ അറിയോ? ഇസ്ലാം കൊണ്ടുവന്ന അവരാണ്. ഇസ്ലാം കൊണ്ടുവന്ന അവരല്ല, അള്ളാഹു അവന്റെ റസൂലിലൂടെ പൂർത്തിയാക്കിയതാണ്. അള്ളാഹു അവന്റെ റസൂലിലൂടെ പൂർത്തിയാക്കിയതാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ഒന്ന് കിതാബുല്ലാഹ്, രണ്ട് കിതാബ് സുന്ന. പണ്ട് നിന്നേക്കാൾ വലിയ അബൂജാരി ഇവിടെ വന്നിട്ടുണ്ട്. ഖുർആൻ ഓതിയ അബൂജാരി. നിന്റെ ഹദീസ് വേണ്ട എനിക്ക്. ഇങ്ങനെ സംസാരിച്ച നന്മകളൊക്കെ അള്ളാഹു എനിക്ക് എടുത്തു തരൂട്ടാ. എനിക്കാ നീ വില ഇതല്ലേ, നീ വില നബിയല്ലേ? നിങ്ങൾ ഇങ്ങനെ അനാവശ്യം പറഞ്ഞാലേ നിങ്ങളെ നന്മകളൊക്കെ അള്ളാഹു എനിക്ക് തരുള്ളൂ. പിന്നെ നീ വില ഇതല്ലേ, നീ പിന്നെ സ്വർഗം മൊത്തം നീ കൊണ്ട് ഹോൾസലായിട്ട്. നിങ്ങൾ ഖബറാരാധന നിർത്തി. നിങ്ങൾ അള്ളാഹുവിനോട് നിന്റെ പേടിയാടോ? നിന്റെ തന്തന്റെ ഖബറല്ലടോ. നീ ആളെ ചോദിക്കാനേ. നിങ്ങൾ ഖബറാളികളോട് പ്രാർത്ഥിക്കരുത് പ്ലീസ്. പ്രാർത്ഥിക്കും. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും. നിനക്ക് എന്തിനാ അള്ളാഹു? നീ എന്തിനാ? നിനക്ക് ഇസ്ലാമിക്ക് എന്ത് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് കാക്ക? നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് നീ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്. എന്റെ ഉപ്പാനെ പോലെയല്ല നീ പറഞ്ഞത്. നീ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് ഔലിയാക്കളെ കുറിച്ച് നീ തമാശ കളിക്കല്ലേ? അള്ളാഹു പറഞ്ഞ ഔലിയാക്കളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പഠിച്ചിട്ട് വന്ന് ഇന്നിപ്പോ ഇസ്ലാം മുസ്ലിങ്ങൾ പഠിപ്പിക്കാണ് നീ അല്ലേ? നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ എന്താണ് നിനക്ക് എന്താണ്? വർഷങ്ങളോട് 50 വർഷക്കാർ ഖുർആൻ പഠിച്ച ആളുകൾ ഇവിടെ. മലക്കുകൾക്ക് ഇൽമ പഠിപ്പിച്ചിരുന്ന ഇബ്ലീസിന് ഇൽമില്ലായിട്ടല്ല, അഹങ്കാരം കൊണ്ടാണ് സ്വർഗ്ഗത്തിന് പുറത്തായത്. നീയാണ് ഇബ്ലീസ്. തന്തയാ ഇബ്ലീസിന്റെ അച്ഛനാ നീ.